നമ്മൾ അടി കണ്ടൻസ് ഒന്ന് വായിച്ചു കൊള്ളാങ്ങെടുത്താൽ വായിക്കാം. ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല പ്രയോജനകരമായ ബുക്കാണ്. വായിച്ചു സമയമില്ല വായിച്ചോളി. ഗുണമുള്ള ബുക്കാണ്. മനസ്സിലായി. പേരെന്താണ്? എൻ്റെ പേര് ഷറഫുദ്ദീൻ എന്നാണ്. എവിടെ താമസം? എവിടെ ശാന്തിവിള മാർക്കറ്റിൻ്റെ അടുത്ത്. എത്ര കാലമായി ഇത് ഈ പിന്നെ തുടങ്ങി? ഇത് 10-20 വർഷമായി. 20 വർഷം വരെ. 20 വർഷം കൊണ്ടുണ്ട്. പറയണം. 20 വർഷം കൊണ്ട് ബുക്ക് വെച്ചോളം തന്നെ. ഇപ്പം ബുക്ക് സെയില് ഇപ്പം മാസം ആദ്യമായെങ്കിലും സെയില് കുറവാണ്. ഇപ്പം ഇനിയിപ്പം 5-ാം തീയതി 10-ാം തീയതി ആകുമ്പോൾ സെയിലാവും. ഇത് വാങ്ങുന്ന ബുക്കാണ്, എല്ലാവരും വാങ്ങുന്ന ബുക്കാണ്. ഇതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മലയാളമുണ്ട്. ഇത് മലയാളം. ഇത് രണ്ടും ആൾക്കാർ വാങ്ങുന്ന ബുക്കാണ്. എപ്പോഴത്തെ ഒരു ഇതാണ് സെയിലിൻ്റെ ഒരു കുറവ്. ഇന്നത്തെ കാലത്ത് ആർക്കും വായിക്കാനുള്ള സമയമില്ലല്ലോ. എന്നാലും വാങ്ങുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്. ഹലോ ഗുഡ് ബെറ്റർ. കുട്ടികൾക്ക് പഠിക്കാം. നല്ല ബുക്കാണ്. കുട്ടികൾക്ക് പഠിക്കാൻ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. നല്ല ബുക്കാണ്. ഞാൻ രാവിലെ അല്ല, ഞാൻ വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. വൈകുന്നേരം ഇറങ്ങി എത്ര മണി വരെ? ഒരു 9 മണി 10 മണിക്കകത്ത് വീട്ടിൽ പോകും. എത്ര രൂപ വരെ? ചിലപ്പോഴൊരു 300-400 രൂപയ്ക്ക് വിൽക്കും. ചില സമയങ്ങളിൽ കച്ചവടത്തിന് ഡള്ളാവും. ചില ആൾക്കാർ കാശികൾ കാണില്ല, അതായിരിക്കും വേണ്ടാന്ന് പറയണം. എന്നാൽ താല്പര്യമുള്ളവരാണ് കൂടുതലും ഉള്ളത്. പഴയതുപോലെ വായനാശീലം ഇപ്പോൾ ഉണ്ടോ? ആളുകൾ വായനാശീലം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. കുട്ടികൾ പഠിക്കാം, നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാം. പ്രയോജനകരമായ ഈ കണ്ടൻസ് ഒന്ന് വായിക്കും. ഒരു ബുക്ക് അടിക്കുക, നല്ല ബുക്കാണ്, പ്രയോജനകരമായ ബുക്കാണ്. ആർക്കും താല്പര്യമില്ല. താല്പര്യമുള്ളവർ അതിലിപ്പോഴേ ഇപ്പം ചില സമയങ്ങളിലെ ആൾക്കാർ വാങ്ങുന്നവർ വരും. അതായത് 100-90% പേർക്കും വായനശാലയില്ല. അത് കുറവുള്ളവരുണ്ട്, വായിക്കുന്നവരുമുണ്ട്. കാര്യം ഇപ്പം എല്ലാ വാർത്തകളും എല്ലാ സംഭവങ്ങളും നമ്മളെ വിരൽ തുമ്പിൽ മൊബൈലിൽ തന്നെ ഉണ്ട്. മൊബൈലിൽ അത് കണ്ണിനൊക്കെ കേടാണ്. സ്ഥിരമായിട്ട് കണ്ടു വരുമ്പോഴേ കണ്ണിനൊക്കെ പ്രോബ്ലം വരും മൊബൈലേ. അതിപ്പോ നമ്മളെ വയസ്സന്മാര് നമ്മൾ പറയുന്നത്. അതെ, ചെറുപ്പക്കാർക്ക് മൊബൈൽ മതി. അതെ, പിന്നീട് പ്രോബ്ലം വരുമ്പോ അറിയാം, പിന്നീടല്ലേ അറിയാക്കുള്ളൂ. ശരി എന്നാ. ശരി, ഓക്കെ.